നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാലഭൈരവ ജയന്തിയാണ്. ഭൈരവ അഷ്ടമി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ശ്രീ മഹാദേവന്റെ രൗദ്രരൂപത്തെയാണ് അല്ലെങ്കിൽ സംഹാര രൂപത്തെയാണ് കാലഭൈരവൻ എന്ന് പറയുന്നത്. മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയാണ് കാലഭൈരവ ജയന്തി ആഘോഷിക്കുന്നത്. മലയാള മാസം പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിക്കാണ് ഈ ഭൈരവാഷ്ടമി നാം ആഘോഷിക്കാറുള്ളത്. ഇക്കൊല്ലം ഇന്നാണ്, അതായത് നവംബർ 22-ാം തീയതിയാണ് ഈ ദിനം വന്നു ചേർന്നിരിക്കുന്നത്. ഈ കാലഭൈരവനെ സമയത്തിന്റെ നിയന്ത്രാതാവായിട്ടും ന്യായദാതാവായിട്ടും ദുഷ്ടസംഹാരകനായിട്ടുമൊക്കെയാണ് പൂജിക്കാറുള്ളത്. ഈ കാലഭൈരവന്റെ ഉൽപ്പത്തിയുമായിട്ടുള്ള ആ പൗരാണിക കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കാൻ ആരംഭിച്ചപ്പോൾ, രചിക്കാൻ ആരംഭിച്ച സമയത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ ബ്രഹ്മദേവൻ വിശ്വത്തിൻ്റെ നിർമ്മാണകർത്തൃത്വവും ഭഗവാൻ വിഷ്ണു പാലനകർത്തൃത്വവും ശ്രീ പരമേശ്വരൻ സംഹാരകർത്തൃത്വവും ഏറ്റെടുത്തു. പക്ഷെ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്തുന്നത് കൊണ്ട് താനാണ് സർവോത്തമൻ എന്ന് സ്വയം അഹങ്കരിച്ചിരുന്നു. ഒരിക്കൽ സുമേരു പർവ്വതത്തിൽ ബ്രഹ്മദേവൻ ധ്യാനനിമഗ്നനായിരിക്കുകയായിരുന്നു. ആ സമയം ദേവകൾ വന്ന് അദ്ദേഹത്തെ വന്ദിച്ച് ഇപ്രകാരം ചോദിച്ചു: ഈ ബ്രഹ്മാണ്ഡത്തിൽ അവിനാശിയായ തത്വം എന്താണ് എന്ന്. ഈ ബ്രഹ്മാണ്ഡം സൃഷ്ടിച്ച താൻ തന്നെയാണ് ആദ്യന്തരഹിതനായ പരമാത്മാവും സ്വയംഭൂവായ ഈശ്വരൻ എന്നും ഈ പ്രപഞ്ചം പ്രവൃത്തവും നിവൃത്തവുമാകുന്നതും താൻ മൂലമാണ് എന്നും പറഞ്ഞു. ഇത് അറിഞ്ഞ മഹാവിഷ്ണു ബ്രഹ്മദേവനോട് പറഞ്ഞു: അങ്ങ് ഇത്ര ഗർവോടെ സ്വയം പുകഴ്ത്തി പറയുന്നത് ഒട്ടും ശരിയല്ല. എൻ്റെ ആജ്ഞ അനുസരിച്ചാണ് അങ്ങ് സൃഷ്ടികർമ്മം ആരംഭിച്ചത് എന്ന് അങ്ങ് മറന്നുവോ? അപ്പോൾ ബ്രഹ്മദേവൻ താൻ തന്നെയാണ് ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് സ്ഥാപിക്കാനായി ചതുർവേദങ്ങളെ സ്മരിച്ചു. ചതുർവേദങ്ങളും വൈദികരും ഇങ്ങനെ ഉണർത്തിച്ചു: ആരിലാണോ ഈ പ്രപഞ്ചം കുടികൊള്ളുന്നത്, ആരെയാണോ ഈ ലോകം പരമതത്വമായി ഗണിക്കുന്നത്, ആരെ സ്മരിച്ചാണോ സകല യജ്ഞകർമ്മങ്ങളും യാഗകർമ്മങ്ങളും ചെയ്യുന്നത്, ആരുടെ കാന്തിയിലാണോ ഈ ലോകം തന്നെ പ്രകാശിക്കുന്നത്, ആരെ പ്രാപിക്കാനാണോ ഋഷിവര്യന്മാർ തപസ് അനുഷ്ഠിക്കുന്നത്, സമസ്ത ലോകത്തെയും ഭ്രമിപ്പിക്കുന്ന സമസ്ത ദുഃഖനാശനത്തിനും ആശ്രയിക്കേണ്ട ഒരേ ഒരു ഈശ്വരൻ ശ്രീ മഹാദേവൻ തന്നെയാണ് എന്നായിരുന്നു അവരുടെ ഉത്തരം. ഇത് കേട്ട ബ്രഹ്മദേവൻ അത് അവരുടെ അജ്ഞതയാണ് എന്നാണ് കണക്കാക്കിയത്. ആ സമയത്ത് ശ്രീ പരമേശ്വരൻ ഇവരുടെ അഹങ്കാരത്തിന് ശമിപ്പിക്കാനായി ഒരു വിശാലമായ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ അഗ്നിസ്തംഭത്തിന്റെ ഏതെങ്കിലും ഒരറ്റം, ആദ്യമോ അന്ത്യമോ കണ്ടുപിടിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരായിരിക്കും നിങ്ങളിൽ ശ്രേഷ്ഠൻ എന്ന് പരമശിവൻ അവരോട് പറഞ്ഞു. ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടി വൈഭവത്തിന്റെ ബലത്തിൽ മുകളിലേക്ക് പറന്ന് ഹംസരൂപത്തിലാണ് പോയത് എന്നും പറയപ്പെടുന്നുണ്ട്. മുകളറ്റം കണ്ടുപിടിക്കാനായി ശ്രമിച്ചു. മഹാവിഷ്ണു ആവട്ടെ ആ അഗ്നിസ്തംഭത്തിന്റെ ഭൂമിക്കടിയിലുള്ള അഗ്രം കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രമിച്ചത്. വരാഹരൂപത്തിലാണ് ഭൂമിക്കടിയിലേക്ക് പോയത് എന്നും ഒരു കഥയുണ്ട്. രണ്ടുപേർക്കും ആ സ്തംഭത്തിന്റെ അഗ്രഭാഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. മഹാവിഷ്ണു തൻ്റെ പരാജയം സമ്മതിച്ച് ശ്രീ പരമേശ്വരന് മുന്നിൽ നമ്രശിരസ്കനായി നിന്നു. എന്നാൽ ബ്രഹ്മദേവനാകട്ടെ തൻ്റെ പരാജയം സ്വീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ശ്രീ പരമേശ്വരന്റെ ശിരസിൽ നിന്നു വീണ ഒരു കൈതപ്പൂവിനെ കപടസാക്ഷിയായി കൊണ്ടുവന്ന് ഈ അഗ്നിസ്തംഭത്തിന്റെ മുകളിലെ അഗ്രം താൻ കണ്ടു എന്ന് ശ്രീ പരമേശ്വരനോട് ഒരു കള്ളം പറഞ്ഞു. കാപട്യം കാണിച്ച ബ്രഹ്മദേവനിൽ അതീവ ക്രുദ്ധനായ ശ്രീ പരമേശ്വരനിൽ നിന്ന് ഏറ്റവും രൗദ്രഭാവത്തോടെയും ഭയാനകവുമായ ഒരു രൂപം ഉൽപ്പന്നമായി. അതാണ് കാലഭൈരവൻ. കാലഭൈരവന്റെ കറുത്തതും ഭയാനകവുമായ ആ രൂപം കണ്ട് ബ്രഹ്മാണ്ഡം മുഴുവൻ ഭയന്നു വിറച്ചു. മഹാദേവന്റെ രൗദ്രരൂപമായ കാലഭൈരവൻ ക്രോധത്തോടുകൂടി പഞ്ചാസ്യനായ
ബ്രഹ്മദേവന്റെ കപടം പറഞ്ഞ ആ ശിരസ് പിഴുതെടുത്തു. അതോടെ ബ്രഹ്മദേവന്റെ അഹങ്കാരം നശിച്ച് ശ്രീ പരമേശ്വരനോട് ക്ഷമയാചിച്ചു. ബ്രഹ്മദേവനെ ഇനി ആരും പൂജിക്കയില്ലെന്നും ഭഗവത് അർച്ചനയ്ക്ക് ഇനി കൈതപ്പൂവ് ഉപയോഗിക്കയില്ലെന്നും ശ്രീ പരമേശ്വരൻ ശപിച്ചു. കാലഭൈരവനാകട്ടെ ബ്രഹ്മദേവന്റെ ശിരസ് അറുത്തതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാ പാപം വന്നുചേർന്നു. ബ്രഹ്മദേവന്റെ ആ ശിരസ് കാലഭൈരവന്റെ കയ്യിൽ നിന്ന് വീഴാതെ പറ്റി നിന്നു എന്നും ഒരു കഥയുണ്ട്. പിന്നീട് പാപമോചനത്തിനായി തീർത്ഥസ്ഥാനങ്ങളിൽ ചെന്ന് തപസ്സനുഷ്ഠിക്കാനായി ശ്രീ പരമേശ്വരൻ കാലഭൈരവനെ ഉപദേശിച്ചുവെന്നും എവിടെ വെച്ചാണോ നിന്റെ കയ്യിൽ നിന്നും ബ്രഹ്മദേവന്റെ ശിരസ് വേർപെട്ട് ഭൂമിയിൽ പതിക്കുന്നത് അന്ന് നിനക്ക് ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മുക്തി ലഭിച്ചു എന്ന് മനസ്സിലാക്കാം എന്നും പറഞ്ഞു. ഇത് കേട്ട കാലഭൈരവൻ ഭൂമിയിലുള്ള വിഭിന്നങ്ങളായ തീർത്ഥസ്ഥാനങ്ങളിൽ ചെന്ന് എത്രയോ വർഷം തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ശ്രീ പരമേശ്വരൻ വിശ്വനാഥനായി സ്ഥിതി ചെയ്യുന്ന കാശിയിൽ എത്തിച്ചേർന്നു. അവിടെ കാലുകുത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ബ്രഹ്മദേവന്റെ ശിരസ് ഭൂമിയിൽ പതിച്ചു. അതോടെ അദ്ദേഹം ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും വിമുക്തനായി തീരുകയും ചെയ്തു. ബ്രഹ്മഹത്യാദി പാപത്തിൽ നിന്നും മോചനം നൽകുന്ന കാശി തന്നെയാകട്ടെ തന്റെ നിവാസസ്ഥാനം എന്ന് കാലഭൈരവൻ തീരുമാനിച്ചു. ശ്രീ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് കാലഭൈരവനെ കാശി നഗരത്തിന്റെ രക്ഷകനാക്കി അവരോധിച്ചു. കാലഭൈരവന്റെ അനുമതിയില്ലാതെ ആരും കാശി നഗരത്തിൽ പ്രവേശിക്കില്ല എന്നൊരു സങ്കല്പം ഇന്നും നിലവിലുണ്ട്. അതുപോലെ തന്നെ കാശി വിശ്വനാഥനെ കണ്ടു വണങ്ങി ശേഷം കാലഭൈരവനെ വന്ദിച്ചില്ലെങ്കിൽ കാശി യാത്ര പൂർണ്ണമാകില്ല എന്നൊരു സങ്കല്പവും നിലവിലുണ്ട്. ബ്രഹ്മദേവന്റെ ആ 5ാമത്തെ ശിരസ് കാലഭൈരവന്റെ കയ്യിൽ നിന്നും വീണ സ്ഥലമാണത്രേ കപാലമോചന തീർത്ഥം എന്ന് ഇന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മാണ്ടത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിലകൊള്ളുന്നത് സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാലഭൈരവനിലെ കാല ശബ്ദം സമയം എന്ന അർത്ഥത്തിലാണത്രേ ഉപയോഗിച്ചിരിക്കുന്നത്. സമയത്തിന്റെ നിയന്താതാവ് എന്ന അർത്ഥത്തിലുകൂടി കാലഭൈരവൻ അറിയപ്പെടുന്നുണ്ടത്രേ. അതുകൊണ്ട് തന്നെ കാലഭൈരവൻ നമുക്ക് നൽകുന്ന സന്ദേശം ഇതായിരിക്കാം: സമയമാണ് ഏറ്റവും വലിയ ശക്തി. ജീവിതത്തിൽ സമയം യഥാവിധി ഉപയോഗപ്പെടുത്തി ധർമ്മം പരിപാലിച്ചുകൊണ്ട് സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവന് ജീവിത വിജയം സുനിശ്ചിതമാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലൂടെ സഞ്ചരിച്ച് മഹാദേവന്റെ സംഹാരരൂപമായ കാലഭൈരവന്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേവരാജസേവ്യമാന പാവനാഘ്രി പങ്കജം വ്യാളയജ്ഞസൂത്രമിന്ദുശേഖരം കൃപാകരം നാരദാദിയോഗി വൃന്ദവന്ദിതം ദിഗംബരം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ.